നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഗൾഫ് വിട്ട് ഇപ്പോൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ കൂടുതലായി ചേക്കേറുന്നത് യൂറോപ്പ് അല്ലെ കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ്. ജപ്പാനും അടുത്ത കാലത്ത് മലയാളികളുടെ, ഇന്ത്യക്കാരുടെ ഒരു പ്രിയപ്പെട്ട രാജ്യമായി മാറുകയാണ്. ഈ ജപ്പാൻകാർക്ക് മലയാളികളെ, ഇന്ത്യക്കാരെ സ്വീകരിക്കുവാനായിട്ട് താല്പര്യവുമാണ്. കാരണം ജപ്പാന് ഒരു ഏജിങ് പോപ്പുലേഷനായി മാറുകയാണ്. അതായത് വയസ്സായവരുടെ നാടായി മാറുകയാണ്. ജനസംഖ്യയും കുറവാണ്. എന്നാൽ ജപ്പാൻ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ജോലി ചെയ്യുവാൻ തയ്യാറായ, മനസ്സുള്ള, ആരോഗ്യമുള്ള യുവതി യുവാക്കളെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ജപ്പാൻ ഗവൺമെൻറ്റും കൂടി ഒപ്പുവെച്ചിട്ടുള്ള ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 12 വിവിധ മേഖലകളിൽ, സെക്ടറുകളിൽ ലഭ്യമായിരിക്കുന്ന 8 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് അവസരങ്ങൾ, ഏതൊക്കെ സെക്ടറുകളിലാണ് ഈ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്, എങ്ങനെ ഈ അവസരങ്ങളിലേക്ക് എത്താം, അക്കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. SSW, അതായത് സ്പെസിഫൈഡ് സ്കിൽ വർക്കർ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം. ഇത് ജപ്പാനിലേക്ക് കുടിയേറുവാനായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള, ലീഗലായിട്ടുള്ള ഒരു അവസരമാണ്. എന്ന് മാത്രവുമല്ല, ഈ PR, പെർമനൻറ്റ് റെസിഡൻസി എന്ന കാറ്റഗറിക്ക് താഴെ നിൽക്കുന്ന മികച്ച ഒരു അവസരമാണിത്. ജപ്പാൻ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒരു റെസിഡൻസി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രോഗ്രാമാണിത്. അതായത് ആ രാജ്യത്ത് താമസിക്കുന്നതിനും തൊഴിൽ തേടുന്നതിനുമൊക്കെയുള്ള അനുവാദമുള്ള ഒരു വിസ അവസരം. 2021-22 വർഷങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റും ജപ്പാൻ ഗവൺമെൻറ്റും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണിത്. NSDC, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയായ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഞാൻ ഈ ഒരു അവസരം കണ്ടത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. NSDC ആണ് ഈ SSW എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ്. ജപ്പാനിലെ സ്കിൽഡ് ലേബർ, അതായത് വിദഗ്ധ തൊഴിലാളികളുടെ ഷോർട്ടേജ് നികത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, ഈ NSDCയുടെ തന്നെ TITP, അതായത് ടെക്നിക്കൽ ഇൻറ്റേൺ ട്രെയിനിങ് പ്രോഗ്രാം എന്ന ഇന്ത്യക്കാർക്ക് ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരം, അത് വിശദമാക്കുന്ന ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് നൽകിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ ഐ ബട്ടണും ഒക്കെ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് ആ അവസരവും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഈ TITP എന്ന പ്രോഗ്രാം ഇനി ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന SSW എന്ന പ്രോഗ്രാമുമായിട്ട് ഭാവിയിൽ മേർജ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ SSW, സ്പെസിഫൈഡ് സ്കിൽ വർക്കർ എന്നുള്ള ഈ ഒരു അവസരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. പ്രായം 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. 30 വയസ്സിൽ താഴെയുള്ളവർക്ക് ആയിരിക്കും കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അഭികാമ്യം എന്നുള്ള കാര്യം അറിയുക. അതുമാത്രവുമല്ല, ഞാൻ ഇനി സൂചിപ്പിക്കാൻ പോകുന്ന ഏതാണ്ട് 12ഓളം വിവിധ സ്കിൽ കാറ്റഗറിയിൽ നൈപുണ്യം കൂടി കാണണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നൈപുണ്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ വളർത്തുവാൻ തയ്യാറാകണം. 2024 ഏപ്രിൽ മുതൽ അടുത്ത 5 വർഷത്തേന് ഏതാണ്ട് 16ഓളം വിവിധ കാറ്റഗറിയിൽ, സെക്ടറുകളിൽ ലഭ്യമായിരിക്കുന്ന 8,20,000 അവസരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. ഓർക്കുക, നേഴ്സിംഗ് കെയർ മേഖലയിൽ 1,35,000 അവസരങ്ങളാണുള്ളത്. മാനുഫാക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് മേഖലയിൽ 1,73,300 അവസരങ്ങൾ. അതേപോലെ കൺസ്ട്രക്ഷനിൽ 80,000 അവസരങ്ങൾ. അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ 78,000 അവസരങ്ങൾ. മാനുഫാക്ചർ ഓഫ് ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ 1,39,000 അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രൈവറായിട്ട് 24,500 അവസരങ്ങൾ. ഫോറസ്ട്രിയിൽ 1000 അവസരങ്ങൾ. അതേപോലെ തന്നെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് 23,000 അവസരങ്ങൾ.
ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഷിപ്പ് മെഷീനറി 36,000 അവസരങ്ങൾ. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ബിൽഡിംഗ് ക്ലീനിങ് മാനേജ്മെൻറ്റിൽ 37,000 അവസരങ്ങൾ. ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ടാണ് ഈ 8,20,000 അവസരങ്ങൾ ഈ 2024 മുതൽ അടുത്ത 5 വർഷത്തേന് ലഭ്യമാകുന്നത്. ഓർക്കുക, ഈ ജപ്പാൻകാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് അത്ര വശമില്ല. കഴിഞ്ഞ വർഷം ഞാൻ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ഇതുകൊണ്ട് തന്നെ വലയുകയുണ്ടായി. അപ്പം ഈ കാരണത്താൽ നിങ്ങൾ ജപ്പാനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ജാപ്പനീസ് ലാംഗ്വേജിൽ ബേസിക് സ്കില്ലെങ്കിലും നേടുക എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ SSW എന്ന ഈ അവസരത്തിനായിട്ട് ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് പാസ്സാകണം. 2 പരീക്ഷകൾ, JFT അല്ലെങ്കിൽ JLPT എന്നീ ഈ 2 ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം. JFT എന്നുള്ളത് ജാപ്പനീസ് ഫൗണ്ടേഷൻ ടെസ്റ്റാണ്. ഇതിൽ ബേസിക് സ്കിൽസ് നേടണം, മിനിമം ഒരു A2 ലെവലെങ്കിലും. അതല്ലെങ്കിൽ JLPT എന്നുള്ള ഒരു പരീക്ഷയുണ്ട്, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. ഇതിന് 5 ലെവലുകളാണുള്ളത്: N5, N4, N3, N2, N1. N5 എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ N1 ആണ് ഏറ്റവും കടുത്ത ലെവല്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ലെവലുകൾ N5, N4, ഈ 2 ലെവലുകളിൽ പ്രൊഫഷ്യൻസി നേടണം. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു 2 മാസമൊക്കെ ഒന്ന് പരിശീലിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ലെവലിൽ ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ പ്രാവീണ്യം നേടുവാൻ കഴിഞ്ഞേക്കാം. ഓർക്കുക, ഈ ജാപ്പനീസ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് നടത്തുന്ന സെൻറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ലഭ്യമല്ല. ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ഭാവിയിൽ കേരളത്തിലും വന്നേക്കാം എന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് വിജയിക്കുക മാത്രമല്ല, ഈ 12 സെക്ടറുകളിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ നമുക്ക് സ്കില്ലുണ്ട് എന്നും കൂടി തെളിയിക്കുവാനായിട്ട് കഴിയണം. ആ പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഈ സ്കിൽ ടെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് NSDC ഉൾപ്പെടെയുള്ള കമ്പനികൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഇപ്പോൾ ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ മാത്രമാണ് ലഭ്യമാവുക. പിന്നീട് ഈ ജാപ്പനീസ് എംപ്ലോയറുമായിട്ട് കരാർ ഒപ്പിട്ടുകൊണ്ട് ജപ്പാനിലെ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് പറക്കുകയും ചെയ്യാം. ഓർക്കുക, മാക്സിമം 5 വർഷത്തേനായിരിക്കും ഈ SSW കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജപ്പാനിൽ താമസിക്കുവാനായിട്ട് കഴിയുക. നിങ്ങളുടെ ഫാമിലിയെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഈ കാറ്റഗറിയിൽ ഇല്ല എന്നുള്ള കാര്യം അറിയുക. എന്നാൽ 3 വർഷം നിങ്ങൾ ജപ്പാനിൽ ചെന്നിട്ട് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് PR-ന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം നിങ്ങളുടെ ഈ ജാപ്പനീസ് ഫൗണ്ടേഷൻ ടെസ്റ്റ് അതിൻ്റെ അഡ്വാൻസ് ലെവലൊക്കെ നേടിയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ ജപ്പാൻ PR നേടിക്കൊണ്ട് ഭാവിയിൽ ജപ്പാൻ്റെ സിറ്റിസൺഷിപ്പിലേക്ക് വരെ എത്തുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഓർക്കുക, ജാപ്പനീസ് പാസ്പോർട്ട് ലഭിക്കുക എന്നുള്ളത് ലോകത്തിലെ തന്നെ 3ാമത്തെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 150-ലധികം രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നതിനൊക്കെയുള്ള അവസരം ഈ ജപ്പാൻ പാസ്പോർട്ടിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ ലഭ്യമായേക്കാം. മികച്ച പ്രതിഫലം, അതേപോലെ ആധുനിക ടെക്നോളജിയിലുള്ള പരിശീലനം, ഇതൊക്കെ ഈ ഒരു SSW പ്രോഗ്രാമിൻ്റെ ഓരോ ബെനിഫിറ്റ്സ് ആണ്. ഓർക്കുക, ഒരു മിനിമം 1 ലക്ഷം രൂപയൊക്കെ മാസം നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ലഭ്യമാകും. എന്ന് മാത്രവുമല്ല, ഓവർ ടൈം അലവൻസ്, അതേപോലെ അക്കോമഡേഷൻ, അതേപോലെ തന്നെ സൗജന്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, കുക്കിംഗ് ഫെസിലിറ്റി, ഇങ്ങനത്തെയൊക്കെയുള്ള ആനുകൂല്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാകും. ഓർക്കുക, ഓരോ ആഴ്ചയിലും ജോലി ചെയ്യേണ്ട മിനിമം ടൈം 40 മണിക്കൂർ എന്നുള്ളതായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും? ഇതിന് വേണ്ട സേവനങ്ങൾ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥാപനമാണ് സാന്റാ മെരിയ എന്നുള്ളത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകിയേക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ SSW മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള TITP എന്നുള്ള പ്രോഗ്രാമിന് വേണ്ട അപേക്ഷയും ആ സേവനങ്ങളുമൊക്കെ ഈ സാന്റാ മെരിയയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഈ സേവനങ്ങളൊന്നും അല്ലെങ്കിൽ ഈ വിസകൾ, ഈ അവസരങ്ങളൊന്നും സൗജന്യമല്ല എന്നുള്ള കാര്യം. ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനിങ്, അതേപോലെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്, അതേപോലെ സ്കിൽ ട്രെയിനിങ്, സ്കിൽ പ്രൊഫഷ്യൻസി ടെസ്റ്റ്, വിസ, അതേപോലെ യാത്ര, എയർഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ കൺസൾട്ടൻസി ഫീ, ട്രാൻസ്ലേഷന്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇവിടെയൊക്കെ ചിലവുകൾ നമ്മൾ വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയുക. ഈ ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് ഓഫ്ലൈൻ ആയിട്ടുള്ളത് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ വെച്ചാണ് നടത്തുക. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ഈ NSDCയുടെയൊക്കെ സ്കിൽ ട്രെയിനിങ്
ഒരുപക്ഷെ ബാംഗ്ലൂരോ ചൈനയിലോ ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയുക. ഭാവിയിൽ ഒരുപക്ഷെ കേരളത്തിലും ഈ സ്കിൽ ട്രെയിനിങ് ഒക്കെ ലഭ്യമായേക്കാം. ഒരു കാര്യം ഓർക്കുക, ഈ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ആയിട്ട് ഒരു 6 മാസത്തെയൊക്കെ പ്രോസസ്സിങ് ടൈം എടുത്തേക്കാം എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ NSDCയുടെ സൈറ്റിൽ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സാന്റാ മരിയ അക്കാഡമി പോലെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ്, കൃത്യമായ വിവരങ്ങൾ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. എൻ്റെ വാക്ക് മാത്രം മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തരുന്നവരാണെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ അതല്ലെങ്കിൽ വാട്സാപ്പ് ചാനലിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.